നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ജൂലൈ 26 ശനി. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ ആകെ മാറ്റം. വാർഡ് വിഭജനത്തിന്റെ അടിസ്ഥാനത്തിൽ പോളിംഗ് ബൂത്തുകൾ ക്രമീകരിച്ച് പ്രസിദ്ധീകരിച്ച പട്ടികയിൽ കഴിഞ്ഞ തവണ വോട്ട് ചെയ്ത പല വോട്ടർമാരുടെയും പേരുകൾ കാണാനില്ല. പരേതരെയും സ്ഥലം മാറിപ്പോയവരെയും 2023-24 വർഷങ്ങളിലായി ശുദ്ധീകരണ പ്രക്രിയയിലൂടെ ഒഴിവാക്കി എന്നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവകാശപ്പെടുന്നതെങ്കിലും 3-4 വർഷം മുൻപ് മരിച്ചവരും പലയിടത്തും പട്ടികയിൽ ഇടം പിടിച്ചതായാണ് പരാതി. വോട്ടർമാരെ വാർഡ് മാറ്റി പട്ടികയിൽ ഉൾപ്പെടുത്തിയ സംഭവങ്ങളും വ്യാപകമാണ്. ഒരു വീട്ടിൽ തന്നെ വോട്ടുകൾ 2 വാർഡുകളിലായി മാറിപ്പോയ സംഭവം തിരുവനന്തപുരം ജില്ലയിലെ പാറശാല പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തെയാകെ ഞെട്ടിച്ച കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം. മണിക്കൂറുകൾക്കകം പിടിയിലായെങ്കിലും ഗുരുതര സുരക്ഷാ വീഴ്ച കണ്ണൂർ സെൻട്രൽ ജയിൽ അധികൃതർക്കും സർക്കാരിനും വൻ തിരിച്ചടിയായി. പോലീസിനൊപ്പം നാട്ടുകാർ കൂടി ചേർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിൽ 4 കിലോമീറ്റർ അകലെയുള്ള ഓഫീസ് കെട്ടിടത്തിന്റെ കിണറ്റിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. കോടതി റിമാൻഡ് ചെയ്ത ഗോവിന്ദച്ചാമിയെ തൃശൂർ വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റും. 2011 ട്രെയിൻ യാത്രയ്ക്കിടെ യുവതിയെ പാളത്തിലേക്ക് തള്ളിയിട്ട് പീഡിപ്പിച്ചു കൊന്ന കേസിൽ ഗോവിന്ദച്ചാമിക്ക് ആദ്യം വധശിക്ഷയാണ് വിധിച്ചിരുന്നതെങ്കിലും അപ്പീലിൽ സുപ്രീംകോടതി ജീവപര്യന്തം തടവ് ശിക്ഷയായി ഇളവ് ചെയ്തിരുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ സുരക്ഷ ഏറ്റവും കർശനമെന്ന് കരുതപ്പെടുന്ന 10ാം ബ്ലോക്കിലെ സെല്ലിലാണ് ഗോവിന്ദച്ചാമിയെ മറ്റൊരു തടവുകാരനൊപ്പം പാർപ്പിച്ചിരുന്നത്. ഇന്നലെ പുലർച്ചെ 1:15 സെല്ലിന്റെ കമ്പികൾ മുറിച്ചു കടന്ന ഗോവിന്ദച്ചാമി 5 മണിയോടെയാണ് പ്രധാന മതിൽ ചാടി പുറത്തു കടന്നത്. 6 മണിയോടെ മതിലിൽ പുതപ്പ് തൂങ്ങിക്കിടക്കുന്നത് കണ്ടപ്പോഴാണ് ജയിൽ അധികൃതർ വിവരം അറിയുന്നത്. അടുത്ത സാമ്പത്തിക വർഷം ശമ്പളവും പെൻഷനും ഒഴികെയുള്ള ഇനങ്ങളിൽ സർക്കാരിന്റെ ചെലവ് വർദ്ധിപ്പിക്കരുതെന്നും ഇക്കാര്യം കണക്കിലെടുത്ത് വേണം ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് തയ്യാറാക്കാനെന്നും വകുപ്പുകൾക്ക് ധനവകുപ്പിന്റെ നിർദ്ദേശം. ബജറ്റ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളുടെ കൂട്ടത്തിലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. തൊഴിൽപരമായ വിസകൾക്ക് ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് ഒട്ടേറെ അവസരങ്ങൾ തുറന്നിടുന്നതാണ് ഇന്ത്യ ബ്രിട്ടൻ സ്വതന്ത്ര വ്യാപാര കരാർ. ഇന്ത്യൻ കമ്പനിയിലെ ജീവനക്കാരെ അതേ കമ്പനിയുടെ ബ്രിട്ടീഷ് ശാഖയിലേക്ക് മാറ്റുമ്പോൾ 3 വർഷത്തെ വിസ ലഭിക്കും. ജീവനക്കാർക്ക് പുറമെ ജീവിത പങ്കാളിക്കും തൊഴിൽ വിസ ലഭിക്കുമെന്നതാണ് മെച്ചം. ഇവർക്ക് ബ്രിട്ടനിൽ ജോലി ചെയ്യാം. IT മേഖലയിൽ മാത്രം 60,000 ഇന്ത്യക്കാർ ബ്രിട്ടനിൽ ICT രീതിയിൽ ജോലി നോക്കുന്നുണ്ട്. 3 വർഷത്തെ വിസ ബ്രിട്ടന്റെ വിവേചനാധികാരമനുസരിച്ച് നീട്ടാനും സാധ്യതയുണ്ട്. കമ്പനി ജീവനക്കാർക്ക് പുറമെ ഗ്രാജുവേറ്റ് ട്രെയിനികൾക്കും ഇതേ വിസ ലഭിക്കും. നഴ്സുമാർ, ഡോക്ടർമാർ അടക്കമുള്ളവരുടെ പ്രൊഫഷണൽ യോഗ്യതകൾക്ക് പരസ്പരം അംഗീകാരം നൽകാനുള്ള ഉടമ്പടി 3 വർഷത്തിനുള്ളിൽ ഇരു രാജ്യങ്ങൾക്കിടയിലും യാഥാർത്ഥ്യമാക്കും. ബ്രിട്ടനിൽ ചെല്ലുന്ന ഇന്ത്യൻ പ്രൊഫഷണലുകൾ അവിടുത്തെ യോഗ്യതാ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട സാഹചര്യം പൂർണ്ണമായും ഒഴിവാക്കും. മാലിദ്വീപിന് ഇന്ത്യ 4,850 കോടി രൂപ വായ്പ നൽകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് ധാരണയായത്. തിരിച്ചടവിന്റെ ഭാരം കുറയ്ക്കും. സ്വതന്ത്ര വ്യാപാര കരാറിനുള്ള തീരുമാനവും ആയിട്ടുണ്ട്. ചർച്ചകൾ ഉടൻ ആരംഭിക്കും. വ്യാപാരം, പ്രതിരോധം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയിലെല്ലാം പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് മാലിദ്വീപിന്റെ 60ാം സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ വിശിഷ്ടാതിഥിയായി മോദി പങ്കെടുക്കും. തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളിൽ 2026 മെയ് വരെ വലിയ വൈദ്യുത പ്രതിസന്ധികൾക്ക് സാധ്യതയുണ്ടെന്ന് കാട്ടി ഹ്രസ്വകാല വൈദ്യുതി വാങ്ങൽ കരാറുകൾക്ക് KECB വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി തേടി. പലസ്തീൻ പ്രശ്നത്തിൽ പ്രതിഷേധ റാലിക്ക് അനുമതി നിഷേധിച്ചത് ചോദ്യം ചെയ്ത് CPM നൽകിയ ഹർജി ബോംബെ ഹൈക്കോടതി തള്ളി. ആയിരക്കണക്കിന് മൈലുകൾ അകലെയുള്ള വിഷയത്തിൽ ഇടപെടുന്നതിനു പകരം രാജ്യത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് പാർട്ടി ശ്രദ്ധിക്കേണ്ടതെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. രാജസ്ഥാനിലെ ജലവാർ ജില്ലയിൽ സർക്കാർ സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണ് 7 കുട്ടികൾ മരിച്ചു. 20 പേർക്ക് പരിക്കേറ്റു. ഇവരിൽ 9 പേരുടെ നില ഗുരുതരമാണ്. 6ഉം 7ഉം ക്ലാസുകളിൽ പഠിക്കുന്നവരാണ് മരിച്ച കുട്ടികൾ. പാക് നുഴഞ്ഞുകയറ്റക്കാരെ തുരത്തിയ കാർഗിലിലെ ഐതിഹാസിക പോരാട്ടത്തിന്റെ ഓർമ്മ ദിനമായ ഇന്ന് കാർഗിൽ വിജയ് ദിവസ് ആചരിക്കും. 1999 ജൂലൈ 26-നാണ് പാകിസ്ഥാനെതിരായി 3 മാസത്തോളം നീണ്ട ഓപ്പറേഷൻ വിജയ് വിജയകരമായി സമാപിച്ചതായി ഇന്ത്യൻ സൈന്യം പ്രഖ്യാപിച്ചത്. സൈന്യവുമായി ബന്ധപ്പെട്ട 3 പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് 26ാം വാർഷികം ആഘോഷിക്കുന്നത്. 20,000 രൂപയ്ക്ക് മുകളിൽ പണമായി കൈമാറിയാൽ ചെക്ക് മടങ്ങിയതുമായി ബന്ധപ്പെട്ട കേസ് നിലനിൽക്കില്ലെന്ന് ഹൈക്കോടതി. 20,000 രൂപയ്ക്ക് മേലുള്ള തുക വായ്പയായോ നിക്ഷേപമായോ പണമായി കൈപ്പറ്റുന്നത് നിരോധിച്ചിട്ടുള്ള ആദായനികുതി നിയമത്തിലെ വ്യവസ്ഥ ചൂണ്ടിക്കാട്ടിയാണ്
ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ഉത്തരവ്. ഉത്തരവിന് മുൻകാല പ്രാബല്യമില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. വിചാരണ പൂർത്തിയായ കേസുകൾക്കും ഉത്തരവ് ബാധകമായിരിക്കില്ല. കേരളത്തിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്കും 29 വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വനിതാ ചെസ് ലോകകപ്പ് ഫൈനൽ ഇന്നു മുതൽ. ആദ്യ മത്സരം ജോർജിയയിലെ ബാത്മയിൽ ഇന്ന് വൈകിട്ട് 4:30 മുതൽ. ഇതോടെ ഇന്നത്തെ ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.